ശ്രീ സുരേഷ്, ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു. മുഖ്യമന്ത്രി ഒരു പബ്ലിക് ഫംഗ്ഷനാണ് പങ്കെടുത്തത് എന്ന് ഞാൻ വസന്തനോട് പറയുന്നത് അങ്ങും കേട്ടിട്ടുണ്ടാകും. പക്ഷേ പൊതു ഇടത്തിൽ വളരെ വ്യക്തിപരമായ സൗഹൃദ സന്ദർശനങ്ങൾ, അതിനപ്പുറത്ത് പോറ്റിയുടെ വീട്ടിൽ പോറ്റിയുടെ അച്ഛനെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് അടക്കമെത്തുന്ന ഇത് നോക്കൂ. ആരാണ് ഇപ്പോൾ രാജു എബ്രഹാമിനാകട്ടെ കടകംപള്ളി സുരേന്ദ്രനാകട്ടെ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതുണ്ട്. നോക്കൂ, ഇത്രയും വലിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഇടത്തു നിന്നാണ് ഇദ്ദേഹത്തിന് ഈ പ്രിവിലേജ് മുഴുവനും കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ അധികാരത്തിന്റെ ഇടനാഴികളിൽ അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ അവതാരങ്ങളെ കണ്ട് കണ്ണു തള്ളിയിരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്? നോക്കൂ, അതിനു മുമ്പ് ഒരു 2 മിനിറ്റ് എടുത്തുകൊണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ BJPയുടെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറുപടി പറയാൻ വേണ്ടി എന്നെ അനുവദിക്കണം. ഒന്ന്, അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് അന്തം വിട്ട മന്ദൻ എന്തും ചെയ്യുമെന്നാണ്. എനിക്ക് തോന്നുന്നു ആ പഴമൊഴി ഇപ്പോൾ വളരെ കറക്റ്റാകുന്നത് അന്തം വിട്ട കോൺഗ്രസ് എന്തും ചെയ്യുമെന്ന് നമ്മൾ തിരുത്തി വായിക്കേണ്ടുന്ന സന്ദർഭമാണ് ഈ വർത്തമാനകാലം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായി നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം ഒരു പൊളിറ്റിക്കൽ ഗിമിക്ക് മാത്രമായി അവശേഷിക്കുകയാണ്. ഇത് ജനങ്ങളുടെ മുൻപാകെ പറയാൻ ഒരു ഓപ്പൺ ഡിസ്കഷനെ നിങ്ങൾ ഭയപ്പെട്ട് നിങ്ങളിന്ന് ഒളിച്ചോടിയ ദിവസമാണ് എന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധി കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ പിണറായിക്കൊപ്പമുള്ള ചിത്രത്തെ സംബന്ധിച്ച് പിണറായിക്കൊപ്പം ഒരു ചിത്രം നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം വേണ്ടി വരും. പക്ഷേ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രത്തിന് ഒറിജിനാലിറ്റി മാത്രമാണ് അതിൻ്റെ പിൻബലം എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. മറ്റൊന്ന്, ഈ പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രൈം മിനിസ്റ്റർ വരെയുള്ള ആളുകൾ അവരുടെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കൽ എന്ന ഒരു പ്രക്രിയ നമുക്ക് മുന്നിലുണ്ട്. എത്ര ബാലിശമായിട്ടാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ഇപ്പോൾ മിക്കവാറും എല്ലാവരും പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ, ജനപ്രതിനിധികളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രധാനപ്പെട്ട നിലയിൽ നിൽക്കുന്ന ആളുകൾ, അവരവരുടെ സാന്നിധ്യം പല കുടുംബപരമായിട്ടുള്ള ഫംഗ്ഷനുകളിലും മറ്റ് ചടങ്ങുകളിലുമൊക്കെ തന്നെ നമ്മൾ ക്ഷണിക്കാറുണ്ട്, നമ്മളവിടെ പോകാറുമുണ്ട്. പോകുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതൊരു സന്തോഷവുമാണ്. ആ രൂപത്തിൽ 8 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കഴക്കൂട്ടം MLA ആയിരുന്ന ശ്രീ കടകംപള്ളിയെയും അന്ന് റാന്നി MLA ആയിരുന്ന ഇന്നത്തെ CPMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ രാജു എബ്രഹാമിനെയും അദ്ദേഹത്തിൻ്റെ അച്ഛനുമായി ബന്ധപ്പെട്ട എന്തോ ചടങ്ങിന് അവിടെ വിളിച്ചു. സ്വാഭാവികമായും അതുവഴി ഒരു യാത്രയുണ്ടായിരിക്കുമ്പോൾ അവിടെ ഇറങ്ങുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സമയക്രമത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പരിപാടികളിൽ ഒന്നായി ആ ടൈം ടേബിളിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ രൂപത്തിൽ ഇടപെടുന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ 8-10 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ചെയ്തതുപോലെ സ്വാഭാവികമായി നിങ്ങൾ പറയുന്നത് CPMൻ്റെ നേതാക്കന്മാർ ചെയ്യുമ്പോൾ മാത്രം. അതിനു മുമ്പ് 1-2 പേർ കരിക്ക് കുടിച്ച ചിത്രങ്ങളുണ്ടല്ലോ നമ്മുടെ മുമ്പേ. നമുക്ക് അത് ഇതുമായി ബന്ധപ്പെടുത്തി ഉദാഹരിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് മാധ്യമങ്ങളുടെ നിഷ്പക്ഷത. അത് നമ്മൾ തമ്മിൽ ഈ വിഷയത്തിൽ തർക്കമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന കാര്യമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളുടെ സാന്നിധ്യം ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ ചില ആളുകൾ അതൊരു അഭിമാനമായി കണ്ട് അല്ലെങ്കിൽ ഒരു ആഹ്ലാദകരമായ സന്ദർഭമായി കണ്ട് അവരെയൊക്കെ ക്ഷണിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ഭാവിയിൽ അതിൻ്റെ കോൺസിക്വൻസസ് ഇത്രമാത്രം ഭീകരമായി വരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതുകൂടെ നാം ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ MLA മാർ, നമ്മുടെ ജനപ്രതിനിധികൾ, നമ്മുടെ മന്ത്രിമാർ ഒക്കെ കല്യാണത്തിനും മറ്റ് ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ എത്രയോ ആളുകളെന്നറിയാമോ വന്ന് സെൽഫി എടുക്കുന്നത്. ഈ സെൽഫി എടുക്കുന്നവരിൽ ആരെങ്കിലും പിൽക്കാലത്ത് ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പെട്ടാൽ ഇപ്പോൾ ഈ ആളുകൾ അതിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു വല്ലാത്ത ദുരന്തപൂരിതമായ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിരോധാഭാസം എന്നതുകൂടി നാം ഈ അവസരത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ പാരഡി പാടുന്നത് ഇന്നാണ് നിയമസഭയ്ക്കകത്ത് അതിന് ഏറ്റവും ആപ്റ്റായി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത്രയും ഉരുളയ്ക്കുപ്പേരി പോലെ ഒരു ഗാനം കൂടെ പാടാൻ കഴിവുള്ള ആളാണെന്ന് അറിഞ്ഞതിൽ ഞങ്ങൾ പാർട്ടി അണികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൽ അഭിമാനിക്കുകയാണ്. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് ചോദിച്ചപ്പോൾ അത് വളരെ വസ്തുതാപരമായി അത് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ കടന്നുവരവ്, അദ്ദേഹത്തിൻ്റെ ആഗമനം ഏത് കാലത്തായിരുന്നു, ആരുടെ കൈപിടിച്ചായിരുന്നു എന്നുള്ളത് വസ്തുനിഷ്ഠമായി നാം അന്വേഷിക്കണം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ആരുടെ കൈപിടിച്ചാണ് അദ്ദേഹം ശബരിമലയുടെ ഈ
ഇവിടേക്ക് കടന്നു വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം പുറത്തു വരുമെന്നായപ്പോൾ കൂവി ബഹളം വയ്ക്കുകയാണ്, കൂവി തോപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എത്ര കാലം നിങ്ങൾക്ക് ഇതിന് കഴിയും? കേരളത്തിലെ പ്രബുദ്ധരായ ജനത ഈ കൂവി തോപ്പിക്കൽ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഒരു വശത്ത് കൂടി അണികളെ ഇളക്കി വിട്ട് അക്രമ സമരങ്ങൾ ഉണ്ടാക്കുക, മറുവശത്ത് നിയമസഭയ്ക്കകത്ത് ഒളിച്ചോടുക, പുറത്തിറങ്ങി പുകപടലം സൃഷ്ടിക്കുന്നത് പോലെ കള്ളപ്രചാരവേല, ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ സത്യമായി തീരുമെന്ന ഗീബൽസിന്റെ തന്ത്രം വളരെ ഫലപ്രദമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ തനിനിറം അധികം താമസിയാതെ പുറത്തു വരുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരു കാര്യം ബഹുമാനിയനായ ശ്രീ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് പറഞ്ഞു, ഒറ്റ കാര്യം ഒരു വരി അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയാമോ 140 മണ്ഡലങ്ങളിലും BJPയുടെ നേതാക്കന്മാർ വീട് വീടാന്തരം കയറി ഇറങ്ങി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. അവർ കയറുന്ന വീടുകൾ, നാളെ ആ വീട്ടിനകത്തുള്ള ആളുകൾ ഏതെങ്കിലും ഒരു ക്രിമിനൽ കുറ്റത്തിൽ ഭക്ഷണം കഴിക്കുന്നു, ഒരു ദിവസം പ്രഭാത ഭക്ഷണമെങ്കിൽ മറ്റൊരു ദിവസം ലഞ്ച്, മറ്റൊരു ദിവസം ഡിന്നർ, ഇങ്ങനെ പോവുകയാണ് അവരുടെ പ്രക്രിയ. ഈ ആളുകൾ ആരെങ്കിലും 8 or 10 വർഷം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പെട്ടാൽ ആ നേതാവ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിയാണെന്ന് പറയാൻ ശങ്കുട്ടി ദാസ് അന്ന് തയ്യാറാകുമോ? ഇതൊക്കെ സ്വാഭാവികമായും രാഷ്ട്രീയ രംഗത്തുള്ള ഒരു പൊതു പ്രക്രിയയാണെന്നുള്ള ഒരു ഏറ്റവും നിലവാരത്തിലുള്ള കാര്യമെങ്കിലും മനസ്സിലാക്കാതെ ബാലിശമായി ഇത്തരം ഗൗരവപൂർണമായ ചർച്ച നടക്കുന്ന വേദിയിൽ വന്നതെന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമാണ് എന്ന് മാത്രമേ എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളൂ.